ഹായ്. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ചാപ്റ്റർ ഫിസിക്സിന്റെ മൂന്നാമത്തെ ചാപ്റ്ററായ ഇലക്ട്രോ ഡൈനാമിക്സ് ആണ്. ഇൻട്രൊഡക്ഷനിൽ നമ്മൾ ഈ ചാപ്റ്ററിന്റെ പേരൊക്കെ പഠിച്ചപ്പോൾ നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ പഠിച്ചായിരുന്നു. ഇതിൽ നമ്മളിപ്പോൾ കേൾക്കാൻ പോകുന്നത് ഇലക്ട്രോ ഡൈനാമിക്സില് ഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മോഷനിൽ ഇരിക്കുന്ന ആൾക്കാർ. ഇലക്ട്രോൺസ് മോഷനിലാണെങ്കിൽ അതിനെ കുറിച്ച് പഠിക്കുന്ന ഫിസിക്സിന്റെ ബ്രാഞ്ചിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ ഡൈനാമിക്സ്. നമ്മൾ ഇത് പഠിക്കാൻ പോകുന്ന ടോപ്പിക്സ് അതിലാദ്യം പഠിക്കാൻ പോകുന്നത് ഇലക്ട്രിക് കറണ്ട് ആണ്. ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു വസ്തു എടുത്തു കഴിഞ്ഞാൽ ആ വസ്തുവിനകത്ത് ഇലക്ട്രോൺസ് ഉണ്ട്. ആ ഇലക്ട്രോൺസ് ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ, മൂവ് ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് കറണ്ട്. അപ്പൊ ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ്. ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ്, ചാർജിന്റെ ഒഴുക്ക്. ഒരു നിശ്ചിത സമയത്തിൽ ചാർജിന്റെ ഒഴുക്കിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് കറണ്ട്. ഇലക്ട്രിക് കറണ്ടിനെ റെപ്രസെന്റ് ചെയ്യുന്നത് I എന്ന് പറയുന്ന ഇലക്ട്രോൺ ചാർജ്. I ഈസ് ഈക്വൽ ടു Q ബൈ T. Q എന്ന് പറഞ്ഞാൽ ചാർജ് ഡിവൈഡഡ് ബൈ ടൈം. അപ്പോൾ ഇലക്ട്രിക് കറണ്ട് I ഈസ് ഈക്വൽ ടു Q ബൈ T. വേറൊരു ഇക്വേഷൻ ഉണ്ട്. നമ്മൾ ക്വാണ്ടൈസേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ് പഠിച്ചിട്ടുണ്ട്. അതായത് ഒരു വസ്തുവിലെ ടോട്ടൽ ചാർജ് Q ഈസ് ഈക്വൽ ടു NE എന്നാണ്. അതുകൊണ്ട് ഇലക്ട്രിക് കറണ്ടിനെ I ഈസ് ഈക്വൽ ടു NE ബൈ T എന്നും എഴുതാം. ഇലക്ട്രിക് കറണ്ടിന്റെ യൂണിറ്റ് ആംപിയർ ആണ്. ചാർജിന്റെ യൂണിറ്റ് കൂളോം, ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ്. അതുകൊണ്ട് കൂളോം പെർ സെക്കൻഡ് എന്നും നമ്മൾ വിളിക്കും. അടുത്തത് ഡയമെൻഷൻ ആണ്. ഇലക്ട്രിക് കറണ്ടിന്റെ ഡയമെൻഷൻ I അല്ലെങ്കിൽ A ആണ്. നമുക്കറിയാം ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആണ്. അതിന്റെ ഡയമെൻഷൻ I ആണ്. അല്ലെങ്കിൽ നമ്മൾ എന്തെന്ന് ഉപയോഗിക്കാറുണ്ട്? A എന്നും യൂസ് ചെയ്യാറുണ്ട്. ഇലക്ട്രിക് കറണ്ടിന്റെ ഫ്ലോ എന്ന് പറയുന്നത് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ടാണ് നമ്മൾ പറയുന്നത്. എന്ന് പറഞ്ഞ് കറണ്ട് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി അല്ല. കറണ്ട് എന്ന് പറയുന്നത് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. കറണ്ട് ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈസ് ഇലക്ട്രിക് കറണ്ട് ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി ഓർ വെക്റ്റർ ക്വാണ്ടിറ്റി? അപ്പൊ നമ്മൾ പറയണം ഇലക്ട്രിക് കറണ്ട് ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. ഇറ്റ് ഡസന്റ് ഒബേ വെക്റ്റർ അഡിഷൻ ലോസ്. റീസൺ ചോദിക്കും, എന്തുകൊണ്ട് ഇലക്ട്രിക് കറണ്ട് സ്കെയിലാർ ക്വാണ്ടിറ്റി ആയി? അപ്പൊ നമ്മൾ പറയണം ഇറ്റ് ഡസന്റ് ഒബേ വെക്റ്റർ അഡിഷൻ ലോസ്. വെക്റ്റർ അഡിഷൻ ലോസ് ആരും ഒബേ ചെയ്യാറില്ല, കറണ്ട് ഒബേ ചെയ്യാറില്ല. സോ ഇറ്റ് ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആണ്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മളൊരു കണ്ടക്ടർ എടുക്കുകയാണെങ്കിൽ കണ്ടക്ടറിലുള്ള ചാർജിന്റെ എനർജി എല്ലാ സ്ഥലത്തും ഒരുപോലെ ആയിരിക്കില്ല. എനർജിയിൽ വ്യത്യാസങ്ങൾ. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ചാർജുകളുടെ എനർജിയും തമ്മിൽ ഡിഫറൻസ് ആണ്. അങ്ങനെ ചാർജിന്റെ എനർജിയിൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എനർജി കൂടിയ സ്ഥലത്ത് നിന്ന് എനർജി കുറഞ്ഞ സ്ഥലത്തേക്ക് ചാർജ് മൂവ് ചെയ്യും. അപ്പോൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ദ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ടു മൂവ് a unit charge from one end of a conductor to another end. കണ്ടക്ടറിന്റെ ഒരു എൻഡിൽ നിന്ന് അടുത്ത എൻഡിലോട്ട് ചാർജിനെ കൊണ്ടുപോകണമെങ്കിൽ എന്തുമാത്രം വർക്ക് ചെയ്യണമോ അതിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. ഇലക്ട്രിക് പൊട്ടൻഷ്യലിനെ V എന്ന് പറയുന്ന ലെറ്റർ വെച്ച് റെപ്രസെന്റ് ചെയ്യും. V ഈസ് ഈക്വൽ ടു വർക്ക് ഡണ്ണിന് W ബൈ ചാർജ് Q. യൂണിറ്റ് വർക്ക് ഡണ്ണിന്റെ യൂണിറ്റ് ജൂൾ ആണ്, ചാർജിന്റെ യൂണിറ്റ് കൂളോം ആണ്. ജൂൾ പെർ കൂളോം അല്ലെങ്കിൽ എന്തെന്ന് വിളിക്കാറുണ്ട്? വോൾട്ട് എന്നും വിളിക്കാറുണ്ട്. ഡയമെൻഷൻ, വർക്ക് ഡണ്ണിന്റെ ഡയമെൻഷൻ നമുക്കറിയാം. വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഫോഴ്സ് എന്ന് പറയുമ്പോൾ ML T⁻⁻² ആണ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ് L ഡിവൈഡഡ് ബൈ. വർക്ക് ഡണ്ണിന്റെ ഡയമെൻഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ എഴുതാം? ML² T⁻² എന്ന് എഴുതാം ഡിവൈഡഡ് ബൈ ചാർജിന്റെ ഡയമെൻഷൻ IT. ഓക്കെ, അപ്പോ ML² T⁻² തലതിരിഞ്ഞ് മോളി വരുമ്പോ I⁻⁻1 T⁻⁻1. ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് എഴുതാൻ നേരത്ത് നമുക്ക് എന്ത് കിട്ടും? ML² T⁻³
I raised to minus 1. I raised to minus 1. ഇനി ഇലക്ട്രിക് പൊട്ടൻഷ്യൽ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് വോൾട്ട്മീറ്റർ. വോൾട്ട്മീറ്റർ ഒരു സർക്യൂട്ടിൽ എപ്പോഴും എങ്ങനെ കണക്ട് ചെയ്യൂ? പാരലൽ ആയിട്ടേ കണക്ട് ചെയ്യൂ. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓംസ് ലോ ആണ്. ഒരു കണ്ടക്ടർ എടുക്കുമ്പോൾ ആ കണ്ടക്ടറിനകത്ത് ചാർജ് ഉണ്ട്. ചാർജ് ഒഴുകണമെങ്കിൽ, ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകണമെങ്കിൽ നമ്മൾ ഈ കണ്ടക്ടറിന് അക്രോസ് ആയിട്ട് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് പ്രൊവൈഡ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ് സെല്ല്, ബാറ്ററി, ജനറേറ്റർ, ഇങ്ങനെയുള്ള സാധനങ്ങൾ. അപ്പൊ ഒരു കണ്ടക്ടർ എടുക്കുന്നു, ആ കണ്ടക്ടറിന് അക്രോസ് ആയിട്ട് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കുന്നു. പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കുമ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസിന് അനുസരിച്ചുള്ള കറണ്ട് ഈ സർക്യൂട്ടിൽ കൂടെ ഫ്ലോ ചെയ്യും. ആ ലോയെ വിളിക്കുന്ന പേരാണ് ഓംസ് ലോ. അപ്പൊ ഇങ്ങനെ പറയാം, അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ട് ഒരു കണ്ടക്ടറിന് അക്രോസ് ആയിട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള കറണ്ട് സർക്യൂട്ടിൽ കൂടെ എന്ത് ചെയ്യും? ഫ്ലോ ചെയ്യും. ഓക്കെ, ഇവിടെ ഒരു വാക്ക് എടുത്ത് പറഞ്ഞിട്ടുണ്ട്, അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. പരീക്ഷയ്ക്ക് ചോദിക്കും, ഈസ് ഓംസ് ലോ എ ബേസിക് ലോ ഓഫ് നേച്ചർ? ബേസിക് ലോ ഓഫ്, അല്ലെങ്കിൽ ഈ ഓംസ് ലോ ഈസ് എ യൂണിവേഴ്സൽ ലോ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ഓംസ് ലോ ഈസ് എ ബേസിക് ലോ ഓഫ് നേച്ചർ. ഓംസ് ലോ എന്ന് പറയുന്നത് ഒരു ഫണ്ടമെന്റൽ ലോ ആണോ എന്ന് നമ്മൾ ചോദിച്ചാൽ നമ്മൾ പറയണം അല്ല. കാരണം എല്ലാ സ്ഥലത്തും ടെമ്പറേച്ചർ ഒരുപോലെ അല്ല. ഒരുപോലെ അല്ലാത്തത് കൊണ്ട് അത് എന്തല്ല? ഒരു ബേസിക് ലോ അല്ല. അപ്പോ ഒന്നുകൂടി ഞാൻ പറയാം, ഓംസ് ലോ എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ സർക്യൂട്ടുകളിൽ പോകുന്ന കറണ്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പൊട്ടൻഷ്യൽ ഡിഫറൻസ്. I is directly proportional to V at a constant temperature. Proportionality ചേഞ്ച് ചെയ്യാം, ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. കോൺസ്റ്റന്റിനെ വിളിക്കുന്ന പേര് റെസിസ്റ്റൻസ്. അപ്പോ V is equal to IR. V is equal to IR. ഓംസ് ലോയുടെ ഗ്രാഫാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പൊട്ടൻഷ്യൽ ഡിഫറൻസും കറണ്ടും വെച്ചുകൊണ്ട് നമ്മൾ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ നമുക്കൊരു ഇൻക്ലൈൻഡ് സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. അതിന്റെ സ്ലോപ്പ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? റെസിസ്റ്റൻസ് കിട്ടും. അപ്പോ ഓംസ് ലോയുടെ ഗ്രാഫിന്റെ സ്ലോപ്പ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് റെസിസ്റ്റൻസ് ആണ്. അടുത്തത് റെസിസ്റ്റൻസ് ആണ്. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഒരു റോഡിൽ കൂടെ പോകുമ്പോൾ കുറച്ച് ഭാഗത്ത് ചെളിയുണ്ട്. സാധാരണ റോഡിൽ കൂടെ നമ്മൾ നടന്നു നമുക്ക് എളുപ്പത്തിൽ നടന്നു പോകാം. ചെളിയുള്ള ഒരു സ്ഥലത്ത് എത്തുമ്പോൾ നമ്മുടെ മോഷന് ഇത്തിരി എന്ത് ചെയ്യും? റെസ്ട്രിക്ട് ചെയ്യും. അതേപോലെ തന്നെ കറണ്ടിന്റെ ഫ്ലോയെ ഒപ്പോസ് ചെയ്യുന്ന മെറ്റീരിയൽസിനെ വിളിക്കുന്ന പേരാണ് റെസിസ്റ്റർ എന്നും അതിന്റെ പ്രോപ്പർട്ടിയെ വിളിക്കുന്ന പേരാണ് റെസിസ്റ്റൻസ്. അപ്പം റെസിസ്റ്റൻസ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ ടു ഒപ്പോസ് ദ ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറന്റ്. R is equal to V by I. യൂണിറ്റ് വോൾട്ട് പെർ ആംപിയർ അല്ലെങ്കിൽ എന്തെന്ന് വിളിക്കും? ഓ. സിമ്പല് ഇതാണ് കണ്ട. അടുത്തത് റെസിസ്റ്ററിന്റെ സിമ്പൽ. റെസിസ്റ്ററിന്റെ സിമ്പൽ ഇങ്ങനെ സർക്യൂട്ടിൽ റെസിസ്റ്റൻസ് വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. ഓക്കെ. അടുത്തത് ഓമിക് കണ്ടക്ടേഴ്സ് അല്ലെങ്കിൽ ലീനിയർ റെസിസ്റ്റേഴ്സ്. ഓമിക് കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഓംസ് ലോ ഒബേ ചെയ്യുന്ന റെസിസ്റ്റേഴ്സിനെ വിളിക്കുന്ന പേരാണ് ഓമിക് കണ്ടക്ടേഴ്സ്. അതിന്റെ ഗ്രാഫ് എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. നോൺ ഓമിക് കണ്ടക്ടേഴ്സ് അല്ലെങ്കിൽ നോൺ ലീനിയർ റെസിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡസന്റ് ഒബേ ഓംസ് ലോ. ഓംസ് ലോ എന്ത് ചെയ്തില്ല? ഒബേ ചെയ്തില്ല. അതിന്റെ ഗ്രാഫ് എന്തല്ല? ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കില്ല. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഒന്ന് ലെന്ത് ആണ്, ലെന്ത് ഓഫ് ദ കണ്ടക്ടർ. രണ്ട് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദ കണ്ടക്ടർ, വണ്ണം. മൂന്ന് ടെമ്പറേച്ചർ ഓഫ് ദ മെറ്റീരിയൽ. നാല് നേച്ചർ ഓഫ് ദ മെറ്റീരിയൽ. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റെസിസ്റ്റൻസ് ഒന്ന് നീളം, ലെന്ത് ആൻഡ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. മൂന്ന് ടെമ്പറേച്ചർ, നേച്ചർ ഓഫ് ദ മെറ്റീരിയൽ. അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് നോക്കാം. ലെന്ത്. Length is directly proportional to resistance. നീളം കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് കൂടും.
റെസിസ്റ്റൻസ് ലെങ്ത് ഇൻക്രീസ് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസും ഇൻക്രീസ് ചെയ്യും. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, റെസിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത്. റെസിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത്. അപ്പൊ നീളം കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസും എന്ത് ചെയ്യും, കൂടും. ഇപ്പൊ ഉദാഹരണത്തിന് ഇവിടെ തന്നിരിക്കുന്ന ഒരു മെറ്റീരിയൽ, ഇതില് ഏത് കണ്ടക്ടറിനാണ് റെസിസ്റ്റൻസ് കൂടുതൽ നമുക്ക് നോക്കാം. എ ഉണ്ട്, ബി ഉണ്ട്, രണ്ട് മെറ്റീരിയൽസ് ഉണ്ട്, എ ആൻഡ് ബി. അപ്പൊ നോക്കുമ്പോൾ എക്ക് ബിയേക്കാൾ നീളം കുറവാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് തന്നിരിക്കുന്നവയിൽ ആർക്കാണ് റെസിസ്റ്റൻസ് കൂടുതൽ. നമ്മൾ പഠിച്ചു നീളം കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് കൂടും. അപ്പോൾ ബി എന്ന് പറയുന്ന മെറ്റീരിയലിനാണ് റെസിസ്റ്റൻസ് കൂടുതൽ. അടുത്ത area of cross section of the conductor 1. Area of cross section is inversely proportional to resistance. Area of cross section is inversely proportional to resistance. അതായത് വണ്ണം കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയും, വണ്ണം കുറയുമ്പോൾ റെസിസ്റ്റൻസ് കൂടും. അപ്പോൾ രണ്ടാമത്തെ ഫാക്ടർ ഏതാണ്? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. റെസിസ്റ്റൻസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അതായത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും, ആൻഡ് വൈസ് വേഴ്സ, തിരിച്ചു. ഓക്കേ. മൂന്നാമത്തെ ഫാക്ടർ ടെമ്പറേച്ചർ ആണ്. റെസിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. അതായത് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് കൂടും. എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കൂടാൻ നേരത്ത് പാർട്ടിക്കിൾസിന്റെ മോഷൻ, കൈനറ്റിക് എനർജി കൂടും. അപ്പൊ ഇവർ തമ്മിലുള്ള കൂട്ടിയിടികളുടെ എണ്ണം എന്ത് ചെയ്യും, കൂടും. അപ്പൊ റെസിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. ദാറ്റ് മീൻസ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് ആൾസോ ഇൻക്രീസസ് ആൻഡ് വൈസ് വേഴ്സ. അടുത്തത് നേച്ചർ ഓഫ് ദ മെറ്റീരിയൽ. നമ്മൾ എടുക്കുന്ന പദാർത്ഥത്തിന്റെ സ്വഭാവത്തിന് നമ്മൾ എല്ലാവരും ഒരേ കണക്കായിരിക്കും കമ്പനി അടിക്കുന്ന അല്ല, കറണ്ട് സ്വഭാവം നോക്കിയാലേ കമ്പനി അടിക്കുന്ന. അതുപോലെ വൈദ്യുതിയും ആ മെറ്റീരിയലിന്റെ നേച്ചർ അനുസരിച്ച് ആർക്ക് വ്യത്യാസം വരും, റെസിസ്റ്റൻസിന് വ്യത്യാസം. അടുത്തത് കണ്ടക്ടൻസ് ആണ്. കണ്ടക്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റൻസിന്റെ റെസിപ്രോക്കൽ, അതായത് റെസിസ്റ്റൻസ് ഓപ്പോസിറ്റ്, അപ്പൊ കടത്തിവിടും, അതിനെ വിളിക്കുന്ന പേരാണ് കണ്ടക്ടൻസ്. കണ്ടക്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിപ്രോക്കൽ ഓഫ് resistance. Reciprocal of resistance is called conductance. So C is equal to 1 by R. യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ഓം ആണ്. അപ്പോൾ കണ്ടക്ടൻസിന്റെ യൂണിറ്റ് ഓം ഇൻവേഴ്സ് ആണ്, അല്ലെങ്കിൽ അതിനെ എന്തെന്ന് വിളിക്കും, മോ എന്നും വിളിക്കും. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് റെസിസ്റ്റിവിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്താണ്. അപ്പോൾ നമ്മൾ പഠിച്ചു നേരത്തെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റെസിസ്റ്റൻസിൽ പഠിച്ചായിരുന്നു. റെസിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത്, റെസിസ്റ്റൻസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. ഇവർ രണ്ടുപേരെയും കൂടി നമ്മൾ കമ്പൈൻ ചെയ്യുന്നു. ആർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എൽ ബൈ എ. പ്രൊപ്പോർഷണാലിറ്റി ചേഞ്ച് ചെയ്യുന്നു, ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, റോ എൽ ബൈ എ. അതിൽ റോയെ വിളിക്കുന്ന പേരാണ് സ്പെസിഫിക് റെസിസ്റ്റൻസ്. അപ്പൊ റോയ്ക്ക് ഇക്വേഷൻ നമുക്ക് എഴുതാം, റോ ഈസ് ഈക്വൽ ടു ആർ എ ബൈ എൽ. എന്താണ് സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഒരു യൂണിറ്റ് ലെങ്ത് ഉള്ള കണ്ടക്ടർ എടുക്കുന്നു, അതിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും യൂണിറ്റ് ആണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ റോ ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും, ആർ എന്ന് കിട്ടും. അതായത് യൂണിറ്റ് ലെങ്തും യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷനുമുള്ള ഒരു കണ്ടക്ടറിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന റെസിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് സ്പെസിഫിക് റെസിസ്റ്റൻസ്. ഓക്കെ. അപ്പൊ എന്താണ് സ്പെസിഫിക് റെസിസ്റ്റൻസ് ഓർ റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ, യൂണിറ്റ് ലെങ്തും യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷനുമുള്ള ഒരു കണ്ടക്ടറിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന റെസിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് സ്പെസിഫിക് റെസിസ്റ്റൻസ്. റോയുടെ ഇക്വേഷൻ നമുക്കറിയാം, റോ ഈസ് ഈക്വൽ ടു ആർ എ ബൈ എൽ എന്നാണ്. റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ഓം ആണ്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ മീറ്റർ സ്ക്വയർ ആണ്, ലെന്തിന്റെ യൂണിറ്റ് മീറ്റർ ആണ്. ഇവിടുന്ന് ഒരു മീറ്ററും കട്ട് ചെയ്തു പോകും. അപ്പോൾ റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് ഓം മീറ്റർ. റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് ഓം മീറ്റർ. The factors affecting resistivity. Factors affecting resistivity ഒന്ന് ടെമ്പറേച്ചർ, നേച്ചർ ഓഫ് ദ മെറ്റീരിയൽ. ടെമ്പറേച്ചർ മാറുമ്പോൾ റെസിസ്റ്റിവിറ്റി വ്യത്യാസം വരും, നേച്ചർ മാറുമ്പോൾ റെസിസ്റ്റിവിറ്റി വ്യത്യാസം വരും. ഇനി ഫാക്ടേഴ്സ് ഡസന്റ് ഡിപെൻഡ് റെസിസ്റ്റിവിറ്റി. റെസിസ്റ്റിവിറ്റി ഡിപെൻഡ് ചെയ്യാത്തത് ലെങ്തും ഏരിയ ഓഫ് ക്രോസ് സെക്ഷനുമാണ്. അപ്പൊ റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് ആണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു.
അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ, ഒന്ന് ടെമ്പറേച്ചറും നേച്ചർ ഓഫ് ദ മെറ്റീരിയലും, ഡിപ്പെൻഡ് ചെയ്യാത്തത് ലെങ്തും ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. നെക്സ്റ്റ് കണ്ടക്ടിവിറ്റി ആണ്. കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റിവിറ്റി ഈസ് കാൾഡ് കണ്ടക്ടിവിറ്റി. അപ്പം സിഗ്മ ഈസ് ഈക്വൽ ടു 1/ρ എന്നാണ്. റോ എന്ന് പറഞ്ഞാൽ RA/L, എല്ലിന് മോളിൽ വരും. സിഗ്മ ഈസ് ഈക്വൽ ടു L ഡിവൈഡഡ് ബൈ RA എന്നാണ്. മീറ്റർ, റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ഓം, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ മീറ്റർ സ്ക്വയർ, ക്യാൻസൽ ആയി പോകും. ഓം ഇൻവേഴ്സ് മീറ്റർ ഇൻവേഴ്സ്. കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ് ഓം ഇൻവേഴ്സ് മീറ്റർ ഇൻവേഴ്സ്. കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റിവിറ്റി ഈസ് കാൾഡ് കണ്ടക്ടിവിറ്റി.